ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കവിജാസി ബൈ കാവ്യ. ഇന്ന് നമ്മളൊരു എൻഗേജ്മെൻറ്റ് മേക്ക് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രൈഡ് കീർത്തിയാണ്. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ലെൻസ് വയ്ക്കുകയായിരുന്നു ചെയ്തത്. അക്വയുടെ നോട്ടി ബ്രൗൺ എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നന്നായിട്ടൊന്ന് അബ്സോർബ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഐയുടെ കൺസീലിംഗ് ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാർട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ ഐ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മളത് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് പൗഡർ സെറ്റ് ചെയ്യണം. കുറച്ച് ഡ്രൈനെസ് ഉണ്ടാവും. ആളുടെ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ദെൻ അതൊന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഈവൺ ആക്കി. കൺസീലർ നമ്മൾ ഈവൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഫൗണ്ടേഷൻ അതുപോലെ ഹെവി ആയിട്ട് ആളുടെ ഫേസിൽ കൊടുക്കേണ്ടി വരും. സോ നമ്മൾ നാച്ചുറലായിട്ട് മതിയെങ്കിൽ വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പൗഡർ സെറ്റ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് പുറത്ത് വിസിബിൾ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ആളുടെ ഫേസിന് ഫൗണ്ടേഷനൊക്കെ കറക്റ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഐബ്രോസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കറക്റ്റ് ഈക്വൽ ആകണം ഐബ്രോസ് രണ്ടും. അപ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ ഐ മേക്കപ്പിന്. സോ ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ആളുടെ ഐബ്രോസ് ആണെങ്കിലും നല്ല അത്യാവശ്യം ഫില്ലായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് ഹൈലൈറ്റ് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോണ്ടോറിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഭയങ്കര ലൈറ്റായിട്ടാണ് ഞാൻ കോണ്ടോറിങ് ഒക്കെ ചെയ്തത്. സിമ്പിൾ ലുക്കാണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ സെറ്റിലായിരുന്നു. പിന്നെ ഐ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതൊരു കോസ്റ്റ്യൂമിന് മാച്ചായിട്ട് ഉള്ളൊരു ഷെയ്ഡും ഷിമ്മറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെൽ ലൈനറാണ് യൂസ് ചെയ്തത്. വളരെ കുറച്ച് ഐ ലാഷസ് ഉണ്ടായിരുന്നുള്ളൂ ആൾക്ക്. സോ അതിൻ്റെ ഭംഗിയൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് ലാഷസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ ബ്ലഷാണ് ചെയ്യുന്നത്. വളരെ സെറ്റിലായിട്ട് തന്നെയാണ് ബ്ലഷ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിപ്പൊന്ന് ഡിഫൈൻ ചെയ്തു. ആളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് കുറച്ച് ഗ്ലോ ടൈപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റിങ് ചെയ്യുന്നുണ്ട്. ചീക്കും ചിന്നും നോസും ഫോർഹെഡൊക്കെ നന്നായിട്ട് ഒന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുത്തു. ദെൻ ലാസ്റ്റ് നമ്മൾ ഫിക്സിങ് സ്പ്രേ ആണ് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ ഫാൻ വെച്ചിട്ട് ഡ്രൈ ചെയ്യാറാണ് കേട്ടോ. അത് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പിടിയുന്നതൊന്ന് അബ്സോർബ് ആകും. ആൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. 2-3 ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തു. അതിനകത്ത് ആളുടെ ഫേസിന് സ്യൂട്ടായി പോകുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. ദെൻ ബാക്ക് പോർഷനൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഫോട്ടോ ആയിട്ട് ആൾ തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതുപോലെ തന്നെയാണ് ഹെയർ സ്റ്റൈൽ ബാക്കിൽ നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ ഫ്ലവർ സെറ്റിങ്. സാധാരണ ഞാൻ ഒരുപാട് മിക്സ് ചെയ്തൊക്കെ ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. ഇത് എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മുല്ലപ്പ് വെച്ച് മാത്രമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കവറേജ് വരുന്നതനുസരിച്ച് ഞാൻ അതൊന്ന് റൗണ്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ ബാലൻസ് ഒന്ന് പൂവെടുത്തിട്ട് നമ്മൾ താഴെ ആ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തു, റൗണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ടോ അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കിടക്കുകയും ചെയ്യും. ഇതൊക്കെ ആളുടെ പ്രിഫറൻസ് തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബാലയിൽ ചെറിയ പണി കിട്ടിയെങ്കിലും മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആൾക്ക് നന്നായിട്ട് മേക്കപ്പ് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലാണെങ്കിലും നല്ല ഫേസിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. കറക്റ്റ് സ്കിൻ ടോണും ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ഹെവി ആയിട്ടൊന്നും ഇല്ലാതെ നാച്ചുറലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.